പണ്ട് +2 പഠിക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഓൻ്റെ ഒരു ഓവറിൽ 5 സിക്സർ അടിച്ച് ഞാൻ. അയിനോ അത് മാത്രമല്ല, എന്താ നിങ്ങൾ നഴ്സറിയിൽ പിച്ചിയോ? തമാശാക്കല്ലേ, റെസിഡൻസ് ക്ലബ്ബ് നടത്തിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കാരണമായിരുന്നല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബാബുവേട്ടൻ പരാജയപ്പെട്ടത്. അതുകൊണ്ടോ? പിന്നല്ലാതെ ഫൈനലിൻ്റെ തലേന്ന് ക്രിക്കറ്റ് ബാറ്റും സാമഗ്രികളും ആരോ അടിച്ചുകൊണ്ട് പോയി. റെസിഡൻസിനെ പൊളിക്കാൻ പാർട്ടി ക്ലബിൻ്റെ ആളുകളാണ് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ നോട്ട് ഭിന്നിപ്പിച്ചത്. അതിനോടുള്ള ബബീഷിൻ്റെ നിലപാട് ഞാൻ ചോദ്യം ചെയ്തിരുന്നു, ഓൻ പാർട്ടിക്കാരനായതുകൊണ്ട്. അതിനായിരിക്കോ ആ ലൈറ്റ് ഓഫ്? ഏതായാലും ഒരു കാര്യം ഉറപ്പ്, എന്ത്? ബബീഷ് കളിക്കാൻ വരും. ബാബു ഇപ്പോഴും പകുതി എത്തിയിട്ടുള്ളൂ. ഈ ആളുകളെ കൊണ്ട് കൂടുതൽ പറപ്പിക്കാണ്ട് ആളുകൾ പറയട്ടടി, അതൊരു വിശ്വാസം. ഇന്നലെ രാത്രി പറഞ്ഞില്ലേ, ഞാൻ വിരിച്ച് വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞാണ്. അപ്പൊ കളിക്കല്ലേ? അപ്പൊ ഇതൊക്കെ എടുത്ത് മാറ്റി 2 പോസ്റ്റ് വെച്ചിടി. ഫുട്ബോൾ ആ നമ്മളിന്നലെ പറഞ്ഞല്ലേ? നീ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഞങ്ങൾ വെള്ളപ്പുറത്താന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് കളി മാറ്റാന്നൊക്കെ പറഞ്ഞാല് അരെ എന്തായാലും കളിച്ചാ പോരെ. നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ക്രിക്കറ്റ് വേണ്ട, ക്രിക്കറ്റിന് ഇവിടെ വേണ്ട. അതെ എന്ന് ഞാൻ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ കൈവക്കെ. മെജോറിറ്റീൻ്റെ ഒപ്പാണോ അതാണല്ലോ ഇനി ഇവിടെ കളി അല്ലേ? ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നവര് ഒന്ന് കൈവക്ക്. ക്രിക്കറ്റ് രണ്ടുമില്ലേ? എന്നാ പിന്നെ ഫുട്ബോൾ കളിച്ചാ പോരെ? ആ ഈ ഏതാ? ക്രിക്കറ്റ് ഈയോ? അത്രേ ഉള്ളൂ. ഓ ക്രിക്കറ്റ് ഒക്കെ ക്രിക്കറ്റ് തന്നെ അല്ലേ? ക്രിക്കറ്റ് നടക്കട്ടെ നടക്കട്ടെ. ഇനി മുതൽ ഞാനിവിടെ ഇല്ല. ഞാൻ മിനി സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളിക്കാൻ പോവാ. പോവാടാ. ഇവർക്കൊക്കെ വേണ്ടി രാജ്യം കാക്കുന്നവന്റെ ചെറിയൊരു ആഗ്രഹം തീർത്തു തരാനാവില്ലെന്ന്. അല്ല അപ്പൊ തെറ്റിപ്പോവാ? അല്ലടാ, മാന്യമായി പറഞ്ഞു പോവുക. എന്ത്? ഇനി ഇവിടേക്കില്ല. ഇന്നലെ വരെ മര്യാദ അല്ല പട്ടാളക്കാരെ ഭയങ്കര സങ്കടത്തിലാണല്ലോ പോകുന്നത്. എന്ത് ചെയ്യാനാ, മൂപ്പരൊരു ദിവസം വന്ന് ക്രിക്കറ്റ് മാറ്റി ഫുട്ബോൾ ആക്കണം എന്ന് പറഞ്ഞു. അതാണോ? ആ പക്ഷേ അല്ല, നിങ്ങളെല്ലാവരും ലോക്ക്ഡൗൺ എൻജോയ് ചെയ്യണല്ലേ? നല്ല എൻജോയ്മെന്റാ. അല്ല, എൻജോയ്മെന്റ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഒക്കെ ഉണ്ട്. അല്ല ഇത് പുഴ പഴയ ഫോമിൽ തന്നെയാണോ? പണ്ട് തന്നെ സിക്സർ അടിച്ച് പറപ്പിച്ച് എന്താ ഇപ്പോഴും പഴയ ഓർമ്മ തന്നെ. അതൊക്കെ മറക്കാൻ പറ്റുമോ? ഫാമിലി ഇവിടെയാണോ അതോ ബാംഗ്ലൂരാണോ? ഫാമിലി ഇവിടെ തന്നെ ഉണ്ട്. മക്കളോ? 2 പേരല്ലായിരുന്നു? അതെ, ഞാനൊരു ടീം പറയാം. ഞാൻ, ബബീഷ്, സൈത്ത്, അഭിലാഷ്. ഞാനോ അഭിപ്രായം പറയട്ടെ, ഒന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ. എന്നാലും നമുക്ക് ഗിരി പറഞ്ഞ പോലെ കളിച്ചാലോ? അല്ല, വലിയ ടീമിനോട് മുട്ട ജയിക്കണതാണല്ലോ മാസ്. അല്ലാതെ മായതിനോട് തോട്ട് എന്തിനാ നാണക്കേട്? എന്താ അഭിപ്രായം എല്ലാവരും? അല്ല അങ്ങനെ നോക്കിയാലോ? ഓനെ പരാതി ഓനോട് എടുത്തിട്ട് ഒരു കാര്യം വേണ്ടി പിന്നെ
ഒരു കാര്യം ഔട്ടൊന്നുമില്ല, ടച്ചൊന്നുമില്ല. ഇവരെന്താ പറയുന്നത് ഒന്നും കാണാണ്ട്? ഔട്ടല്ല, കുഴപ്പമില്ല, ഗുഡ് പ്ലേ. ഇല്ല ഗിരി എന്താ ചെയ്യും ഫ്രണ്ടിലല്ല. നിങ്ങൾ ഇറങ്ങ് ഇറങ്ങ. ഇങ്ങനെ ആരും പിടിക്കുന്നു. പിടിച്ചാൽ കളിക്കാനാവില്ല. ഗിരിയെ മുട്ടിട്ട് ഓടിയാൽ മതിയേ. ഒരു സെക്കൻഡ്. ബയറണ്ണ പിടിക്കട്ടോ, ജസ്റ്റ് മുട്ടിട്ടോ. ഫീൽഡേഴ്സ് ഒന്ന് പോയി ബോൾ അപ്പോഴും എന്താണ് 3 ബോള് 2 റണ്ണ്. നമ്മൾ തൂക്കുവോ? കളി കൈവിട്ട് പോവാട്ടോ. ഇടക്കൊരു പിടിച്ചേക്കല അനിയേ എന്റെ ഔട്ട്സും കിട്ടും ഔട്ടാക്കാൻ നോക്കണം. നടക്കൂല, ഗ്രിപ്പില്ല പിടുത്തത്തിന്. തേഞ്ഞ അറ്റത്തെത്തി. ജയിക്കണേ ഒറ്റ മാർഗേ ഉള്ളൂ. അത് വേണം. ജയിക്കണോ? ജയിക്കണം. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഈ എന്തിനാ കളിക്കുന്ന നായേ? അനിയേ, അനക്കൊരു ടീമിന്റെ കൂടെ വെക്കണേ. നീ ഇത് ചെയ്തേ പറ്റൂ. ബോൾ കാണുന്നില്ല. പുതിയ ബോൾ കേട്ടാ.